സന്നിധാനത്തേക്കാണ്. അവിടെ YS അഭിനന്ദ് ഉണ്ട്. അഭിനന്ദ്, അവിടെ എനിക്ക് തോന്നുന്നു നല്ല തിരക്ക് ഓരോ ദിവസവും കൂടി വരികയാണ്. എന്താണ് അവിടുത്തെ ക്രമീകരണങ്ങൾ? ഇന്ന് പ്രതീക്ഷിക്കുന്ന ഭക്തരുടെ എണ്ണം എത്രയാണ്? സ്പോട്ട് ബുക്കിംഗ് ഒക്കെ എങ്ങനെ പോകുന്നു? അഭി. ഗുഡ് മോർണിംഗ് പ്രജിൻ, ക്രിസ്tina. ദിനം പ്രതി ശബരിമലയിൽ എത്തുന്ന തീർത്ഥാടകരുടെ എണ്ണത്തിന് വലിയൊരു വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ തന്നെ ഏതാണ്ട് 79,216 ഭക്തരാണ് മുഴുവനായും ദർശനം നടത്തിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ഭക്തരായിട്ടുള്ളത്. 92 കഴിഞ്ഞ വെള്ളിയാഴ്ച തീർത്ഥാടകരുടെ എണ്ണം. ഈ തീർത്ഥാടകരെയൊക്കെ കൃത്യമായി തന്നെ ഇവിടെ എത്തിക്കുവാനായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഡിസംബർ 6 പശ്ചാത്തലത്തിൽ ഉണ്ടാക്കിയ പോലീസ് ക്രമീകരണങ്ങൾ അങ്ങനെ തന്നെ തുടരുകയാണ്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ കൂടുതൽ തിരക്ക് പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. പമ്പ മുതൽ സന്നിധാനം വരെ അതുമായി ബന്ധപ്പെട്ടുള്ള ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടിയ സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സന്നിധാനത്തെ ഫ്ലൈ ഓവർ നമ്മൾ ഇന്ന് കാണുമ്പോൾ തന്നെ അറിയാം, നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുകയാണ്. ഇന്നലെയും ഇതുപോലെ തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ തിരക്ക് വർദ്ധിക്കുന്നതിനനുസരിച്ച് വരുമാനത്തിന് വലിയ രീതിയിലുള്ള വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പം, അരവണ തുടങ്ങിയ സാമഗ്രികൾക്കൊക്കെ ഭക്തരുടെ ഉപഭോക്താക്കളുടെ എണ്ണം അങ്ങനെ വർദ്ധിക്കുന്നു. കഴിഞ്ഞ തവണ അത് 60 കോടിയായിരുന്നെങ്കിൽ ഇത്തവണ 75 കോടിയിലേക്ക് എത്തുന്നു. അതായത് 15 കോടി രൂപയുടെ വർധന അപ്പത്തിന്റെയും അരവണയുടെയും കാര്യത്തിൽ മാത്രം ഉണ്ടാകുന്നു. എന്തായാലും സുഗമമായ ഒരു തീർത്ഥാടന കാലം തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിനകത്തൊരു പ്രശ്നമായി വന്നത് ദിലീപിന്റെ VIP സന്ദർശനവുമായി ബന്ധപ്പെട്ട വിഷയം മാത്രമായിരുന്നു. ആ VIP സന്ദർശനവുമായി ബന്ധപ്പെട്ട വിശദമായ റിപ്പോർട്ട് ഇപ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് സമർപ്പിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡ് കർശനമായ നടപടിയിലേക്ക് തന്നെ പോകും. അത് ഹൈക്കോടതി നാളെയായിരിക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച എടുക്കുക. എന്തായാലും ആ ഒരു വിഷയം ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ വലിയ ഒരു പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ പരാതികളോ ഒന്നുമില്ലാതെ തീർത്ഥാടന കാലം അതിന്റെ 23ാം ദിവസത്തിലൂടെ കടന്നു പോകുന്നു. ക്രിസ്tina. ശരി, അഭിനന്ദ് നമ്മുടെ അക്കാദമിയിൽ തന്നെ പഠിച്ച് നമ്മോടൊപ്പം അടുത്തിടെ ജോയിൻ ചെയ്ത നമ്മുടെ മിടുക്കൻ കുട്ടിയാണ്. അപ്പൊ അഭിനന്ദിനും ഹാപ്പി ബർത്ത്ഡേ. 24ന്റെ 1ാമത്തെ ബർത്ത്ഡേ ആയിരിക്കും അഭിനന്ദിന് ഇവിടെ വന്നതിന് ശേഷം. അപ്പൊ നമ്മുടെ അക്കാദമി, ഫ്ലവേഴ്സ് അക്കാദമി ഉണ്ട്, അവിടെ പഠിച്ച കുട്ടികളാണ് നമ്മുടെ ഈ ക്യാമറയിലൊക്കെ നിൽക്കുന്നവരും അഭിനന്ദിനെ പോലെ മികച്ച റിപ്പോർട്ടേഴ്സ് ആയിട്ട് വരുന്നതും നല്ല പരിശീലനം ലഭിക്കുന്ന ഒരു കളരിയാണ് എന്നിപ്പോ അഭിനന്ദിനെയും രാഹുലിനെയും വിനിൽ കാശിയെയും ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലേ? പിന്നെ തീർച്ചയായിട്ടും.